ഇന്ന് കുർബാന കളിക്കാൻ ബംഗാളികളെ വിളിക്കേണ്ടുന്ന അവസ്ഥ. വാഴ വെക്കാൻ നമുക്ക് ബംഗാളി നാളെ കൊണ്ടുവരാം. അച്ഛനാക്കാൻ ബംഗാളി നാളെ വിളിക്കാൻ പറ്റുമോ? പള്ളികളിൽ കുർബാനയല്ല, അച്ഛന്മാരില്ലെന്ന്. പ്രിയമുള്ളവരെ, നിങ്ങളിനി കാണാൻ പോകുന്നത് ഒരു മെത്രാന്റെ പദം പറച്ചിലും കരച്ചിലുമാണ്. അദ്ദേഹം പറയുന്നത് സത്യമല്ലേ? ഒരു വാഴ വെക്കാനാണെങ്കിൽ നമുക്ക് ബംഗാളികളെ വിളിക്കാം, എന്നാൽ കുർബാന കളിക്കാൻ ബംഗാളികളെ വിളിക്കാൻ പറ്റുമോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. എന്തുകൊണ്ട് പറ്റത്തില്ല എന്നാണ് മറുചോദ്യം. കാരണം ഇന്ന് സമസ്ത മേഖലകളിലും ബംഗാളികളാണ് ഇവിടെ പണിക്ക് വരുന്നത്. പിന്നെ എന്തുകൊണ്ട് പള്ളികളിൽ ഞായറാഴ്ച കുർബാന കളിക്കുവാൻ ഇവരെ വിളിച്ചുകൂടാ? ഈ കൈവപ്പെന്നും മറ്റൊക്കെ പറയുന്നത് വെറും തട്ടിപ്പാണ് എന്ന യാഥാർത്ഥ്യം ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഒരു 5 മീറ്റർ നീളമുള്ള ഒരു നൈറ്റി ഇട്ട് കൊടുത്ത് ഈ ബംഗാളികൾക്കും ഒരു തൊപ്പിയും ഒക്കെ വെച്ചു കൊടുത്താൽ യാതൊരു കുഴപ്പവുമില്ല. അവർ വൃത്തിയായി യുവന്മാർ ചൊല്ലുന്നതിലും നല്ല വൃത്തിയായി കുർബാന കളിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഈ മെത്രാന്റെ പറച്ചിലിൽ എല്ലാമുണ്ട്. ചുവന്ന അങ്കിയും ഇട്ട് നടക്കുന്ന ഇവരുടെ അവസ്ഥ ഇദ്ദേഹം കൃത്യമായി വിവരിക്കുന്നുണ്ട്. അതുപോലെ ഭാര്യയും മക്കളും കുടുംബവും ഒക്കെ ഒത്ത് സന്തോഷിച്ച് കഴിയുന്ന ആ വിശ്വാസികളെ കാണുമ്പോൾ ഈ മെത്രാന്മാരുടെ ഉള്ളിൽ ഒരു അസൂയയും കുശുമ്പും ഒക്കെ ഉണ്ട്. ഇന്ന് അവർക്ക് ഏതാണ്ട് സമാധാനമായി. കാരണം തങ്ങൾ തുല്യ ദുഃഖിതരാണെന്നാണ് ഈ മെത്രാൻ പറയുന്നത്. കാരണം അവസാന കാലഘട്ടത്തിൽ അപ്പനെയും അമ്മയും തനിച്ചാക്കി മക്കൾ കാനഡയിലോ അമേരിക്കയിലോ ഒക്കെ പോകും, അവസാനം വീട്ടിൽ വെള്ളമിറങ്ങാതെ കിടന്നു മരിക്കും എന്നൊക്കെയാണ് തങ്ങളുടെയും അവസ്ഥ. ഇതൊക്കെ തന്നെയാണെന്നാണ് മെത്രാൻ പറയുന്നത്. എന്തായാലും മെത്രാന്റെ ആ സത്യം പറച്ചിൽ നമുക്കൊന്ന് കാണാം. ഞാൻ ആ കോട്ടയം പരിസരത്ത് മൈക്ക് വെച്ച് വൈദികരാകാൻ ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം ഇങ്ങോട്ട് വരണമെന്ന് പറയുമ്പോൾ അവന്മാർ ഇറങ്ങി അതിലൂടെ ഓടുന്നതാണ്. വാഴ വെക്കാൻ നമുക്ക് ബംഗാളി നാളെ കൊണ്ടുവരാം. അച്ഛനാക്കാൻ ബംഗാളി നാളെ വിളിക്കാൻ പറ്റുമോ? പള്ളികളിൽ കുർബാനയല്ല, അച്ഛന്മാരില്ലെന്ന്. 25-80 വയസ്സൊക്കെ ഉള്ള അച്ഛന്മാരെ വെച്ചാണ് ഇപ്പൊ ഞാൻ ഇടുക്കിയിൽ പ്രായമായ അച്ഛൻ റിട്ടയർഡ് ആയിട്ടും കുർബാനയിലേക്കൊണ്ടിരിക്കുക. കാസായും വിലാസം എടുത്ത് പകുതി വന്നു കഴിയുമ്പോൾ എല്ലാം മറന്നു പോകും. അപ്പൊ പിന്നെ എന്ത് ചെയ്യണം? വേറെ ആള് വന്ന് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു കൊടുക്കണം. ഇതാണ് അവസ്ഥ. ഇന്ന് ലോകം വലവിരിച്ച് കാത്തിരിക്കുകയാണ്. എന്തിനാണെന്നറിയോ? നമ്മളെ കൊണ്ടുപോയി പണിയെടുപ്പിക്കാൻ. ലോകത്തിൽ അവർക്കാർക്കും ആളില്ല. ഇന്ന് ഒരിറ്റ് വെള്ളം കിട്ടി മരിക്കുമെന്ന് ആർക്കാ ബോധ്യമുള്ളത്? ഞങ്ങൾക്ക് പോലും ഇല്ല. ആ പ്രതീക്ഷ ഞങ്ങൾക്കില്ല. അതുകൊണ്ട് ഞാൻ എന്റെ അടുത്ത് ചില വെള്ളം വെച്ചിട്ടുണ്ട് എപ്പോഴും. ഞങ്ങളുടെ കാര്യം പോട്ടെ. സത്യത്തിൽ ഈ ചുവന്ന കുപ്പായത്തിനൊക്കെ അർത്ഥം ഞങ്ങൾക്ക് തന്നെ ശരിക്കും മനസ്സിലായിട്ടില്ല. സത്യത്തിൽ എന്താ അർത്ഥം എന്നറിയോ? ഇത് രക്തസാക്ഷിത്വത്തിന്റെ അടയാളമാണ്. ചുവന്ന കുപ്പായം ചാകാൻ വേണ്ടി സഭയിലേക്ക് ഇറങ്ങുന്നവരാണ് ബിഷപ്പ്. ഞങ്ങളൊക്കെ നന്നായിട്ട് ജീവിക്കുക, സത്യത്തിൽ മരിക്കാൻ വേണ്ടി. ഇനി മരണം മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ കാര്യം പോട്ടെ, നിങ്ങളുടെ കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോഴാണ് ഞങ്ങൾക്ക് വിഷമം. 2-3 പിള്ളേരുണ്ടായിട്ട് അതുങ്ങൾ ഒരെണ്ണം ഓസ്ട്രേലിയയിൽ, ഒരെണ്ണം അമേരിക്കയിൽ, ഒരെണ്ണം സ്വിറ്റ്സർലൻഡിൽ. അവസാനം ഗോതമ്പടെ ചെന്ന് വെള്ളവും കുടിക്കാതെ നിങ്ങൾ ചാകുന്നതിനെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് വളരെ സങ്കടം കേട്ടോ. നിങ്ങളുടെ ഗതി അതോ ഗതി. ഈ മെത്രാന്റെ വാക്കുകളിൽ നിന്ന് നമുക്കൊരു കാര്യം വ്യക്തമാണ്. യുവതലമുറയ്ക്ക് ഇതിനോടൊന്നും യാതൊരു താല്പര്യവുമില്ല. അവന്മാർക്ക് അച്ഛനാകാനും താല്പര്യമില്ല, പള്ളിയിൽ പോകാനും താല്പര്യമില്ല. ഇതൊക്കെ വെറും തട്ടിപ്പും ടൈം വേസ്റ്റിംഗ് എക്സസൈസുമാണ് എന്ന് യുവതലമുറ മനസ്സിലാക്കി കഴിഞ്ഞു. കിളയ്ക്കാൻ പോയാലും ഇനി പള്ളിയിൽ അച്ഛനാകാനില്ല എന്നാണ് ചെറുപ്പക്കാരുടെ പക്ഷം. എന്തായാലും അധികം താമസിക്കാതെ ഈ പണിക്ക് ആളെ കിട്ടാത്ത അവസ്ഥ വരും. ഉറപ്പായും ബംഗാളികൾ ഈ മേഖല കൈയടക്കും എന്ന കാര്യത്തിലും യാതൊരു സംശയവും വേണ്ട. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.